പ്രമേഹവും റാഗിയും എന്ന വിഷയം. അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും പലരും റാഗിയിലേക്ക് കാല് മാറ്റി ചോട്ടാറുണ്ട്. പല ആളുകളും ധാരണ റാഗി ഷുഗറിനൊരു മരുന്നാണെന്നുള്ളതാണ്. ചിലര് 2 നേരം റാഗി ആഹാരം വയ്ക്കും, ചിലർ 3 നേരം വരെ ആഹാരം വയ്ക്കും മാറ്റാറുണ്ട്. ഷുഗർ പലരും എനിക്ക് ഫോൺ ചെയ്ത് പറയും, സാറേ ഞാൻ 2 നേരം റാഗി കഴിക്കണത് 3 നേരം റാഗി കഴിക്കാനായിട്ട്, എന്നിട്ട് എൻ്റെ ഷുഗർ കുറയണില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഷുഗർ കുറയില്ല. കാരണം അരിയിലും ഗോതമ്പിനും ഉള്ളതിനടുത്ത് തന്നെ റാഗിയിലും ഷുഗറുണ്ട്. അരിയില് 77% അല്ലെങ്കിൽ 78% ഷുഗർ എങ്കിൽ ഗോതമ്പിൽ 73-74% ഷുഗർ വരും. റാഗിയില് 72% ഷുഗർ ഉണ്ട്. റാഗിയും ഗോതമ്പും തമ്മിൽ 1% വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് പ്രമേഹം കുറയ്ക്കാൻ നമ്മൾ റാഗിയിലേക്ക് കാല് മാറ്റി തൊട്ടിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയണത്. പിന്നെ എങ്ങനെയാണ് റാഗി കഴിക്കുമ്പോൾ പ്രയോജനം കിട്ടണമെന്ന് നോക്കാം. നമുക്ക് ഇഷ്ടം ചോറ് കഴിക്കാനാണ്. ഈ റാഗിയിലേക്ക് വന്നത് നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എങ്ങനെയെങ്കിലും ഷുഗർ കുറയ്ക്കണം എന്ന ഒരു കണക്കൂട്ടില്ല വന്നത്. റാഗി ഇഷ്ടപ്പെട്ടിട്ടല്ല, റാഗിയോട് പ്രേമം കൊണ്ടല്ല ആരും റാഗി കഴിക്കാൻ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റാഗി കഴിക്കുന്ന ഉള്ളിൽ ചെല്ലുന്ന അന്നത്തിന്റെ അളവ് കുറയും. അങ്ങനെയാണ് ബ്ലഡിലെ ഷുഗർ കുറയണത്. രണ്ടാമത് റാഗിയിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ ദഹിച്ചു തരുന്ന സമയം കൂടിയിരിക്കും. അപ്പോൾ കൂടെ വിശപ്പുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മളുടെ ആഹാരത്തിന്റെ അളവ് കുറയും. അതും ഷുഗർ കുറയാൻ കാരണമായി തീരും. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിധത്തിൽ റാഗി ഉപയോഗിച്ചാല് ഒരിക്കലും ഷുഗർ കുറയാൻ പോകുന്നില്ല. മിക്കവാറും പേര് റാഗി പാലൊഴിച്ച് കുറുക്കി കഴിക്കണത്. അപ്പൊ അങ്ങനെ കുറുക്കി കഴിച്ചു കഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. റാഗിയിൽ 72% ഷുഗർ ഉണ്ട്, പാലിൽ ഒരു 8% ഷുഗർ വരും. അപ്പൊ ഏതാണ്ട് 80% ഷുഗറായി. ചോറുണ്ടതിനേക്കാളും ചപ്പാത്തിനേക്കാളും ഷുഗർ ഈ റാഗി കഴിക്കുമ്പോൾ ഉള്ളിലുണ്ടാവും. അതുപോലെ കൊളസ്ട്രോള്, തൈറോയ്ഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി റാഗി കഴിക്കണം എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളൊപ്പം കഴിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിൽ ചെല്ലുന്ന അന്നത്തിന്റെ അളവ് കുറയുകയും ആ ഒരു ആനുകൂല്യം നമ്മളുടെ ഷുഗർ കുറയാൻ ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് റാഗി ഷുഗറിനുള്ള ഒരു സിദ്ധ ഔഷധമാണെന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തുക. റാഗി ഗോതമ്പ് വരുമ്പോൾ ധാന്യമാണെന്ന കാര്യം മനസ്സിലാക്കുക. കഴിക്കുകയാണെങ്കിൽ തന്നെ റാഗിയുടെ അളവ് കുറയ്ക്കുക.